ലോകകപ്പ് ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ തകർത്തെറിഞ്ഞ കാനറിപ്പട. ബ്രസീലിനെതിരില്ലാത്ത 3 ഗോളിനാണ് സ്കോട്ട്ലൻഡിനെ തകർത്തത്. ബ്രസീലിന് വേണ്ടി വിനീഷ്യസ് ജൂനിയർ 2 ഗോളും മത്തേയൂസ് കുഞ്ഞ 1 ഗോളും നേടിയിട്ടുണ്ട്. ഒന്നാം പകുതിയുടെ തുടക്കത്തിൽ ബ്രസീലിനെ തടഞ്ഞു നിർത്താൻ സ്കോട്ട്ലൻഡിന് സാധിച്ചുവെങ്കിലും കളിയുടെ ഗതി മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല. ആത്മവിശ്വാസത്തോടെ സ്വന്തം ബോക്സിനുള്ളിൽ പന്ത് തട്ടിയ സ്കോട്ട്ലൻഡിന് പിഴച്ചപ്പോൾ വിനീഷ്യസ് ജൂനിയർ ഈ മത്സരത്തിലെ ബ്രസീലിന്റെ ആദ്യ ഗോൾ സ്വന്തമാക്കി. ഇതിനിടെ ആദ്യ ഗോളിന് സമാനമായ സ്കോട്ട്ലൻഡ് താരത്തിന് സംഭവിച്ച പിഴവ് വിനീഷ്യസിന് 2ാം ഗോൾ സമ്മാനിച്ചെങ്കിലും വാർ തീരുമാനം ബ്രസീലിനെതിരായി. എതിരില്ലാത്ത ഒരു ബ്രസീലിയൻ ഗോളിൽ ആദ്യ പകുതി അവസാനിക്കാറായപ്പോഴാണ് വിനീഷ്യസിനെ തേടി 2ാമത്തെ ഗോൾ എത്തിയത്. സെക്കൻഡ് ഹാഫിൽ സ്കോട്ട്ലൻഡ് കൂടുതൽ അപകടകാരികളായി. ഇതിനിടെ 60ാം മിനിറ്റിൽ മത്തേയൂസ് കുഞ്ഞയിലൂടെ ബ്രസീൽ വിജയം ഉറപ്പിച്ചു. ഒടുവിൽ 75ാം മിനിറ്റിൽ ബ്രസീലിനായി 980 ദിവസങ്ങൾക്ക് ശേഷം നെയ്മർ കളിക്കാനിറങ്ങി. പരിക്കിനെ തുടർന്ന് താരം 2 വർഷത്തിലേറെയായി ടീമിന് പുറത്തായിരുന്നു. ലഭിച്ച സമയത്തിൽ ഒരു ഷോട്ട് ഉതിർക്കാനും നെയ്മറിന് സാധിച്ചു. ഹെയ്തിയെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിൽ നിന്ന് മൊറോക്കോയും നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചു. 2-4 ഗോളുകൾക്കാണ് മൊറോക്കോ ഹെയ്തിയെ തോൽപ്പിച്ചത്. കരുത്തരായ മൊറോക്കയെ ഞെട്ടിച്ച് ഹെയ്തിയാണ് ആദ്യം